പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി 15-ാം ദിവസം ഇന്ത്യ നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന കൃത്യമായ തിരിച്ചടി കര, വ്യോമ, നാവികസേന സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ. അതായത് പാകിസ്ഥാനിലെ ഭീകരവാദി ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു. നമുക്കറിയാം, ഹാഫിസ് സെയ്ദ് അതുപോലെ തന്നെ മസൂദ് അസർ എന്നിവരുടെ ഭീകര ആക്രമണ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. ഇത് ഏതാണ്ട് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. പൂഞ്ച് മേഖലയിൽ, രജൌരി മേഖലയിലൊക്കെ വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എന്ന് പറയാം. അതായത് അവിടെ നിന്നാണ് ഈ ഭീകര ആക്രമണ പദ്ധതികളുടെയൊക്കെ ആസൂത്രണം ഉൾപ്പെടെ നടക്കുന്നത്. അത് കൃത്യമായിട്ട് ഇന്ത്യ പദ്ധതി ഇട്ടിരുന്നു, അവിടേക്ക് ആക്രമണം നടത്തി. അടുത്ത് മസൂദ് അസർ, അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ഈ ഭീകര കേന്ദ്രങ്ങൾ, അവർ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ തന്നെ നമ്മുടെ വിമാനങ്ങൾ കൃത്യമായി ലക്ഷ്യം നിറവേറ്റിയെന്നാണ് മനസ്സിലാകുന്നത്. അതായത് 100 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഈ സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും മാത്രമാണ് നമ്മൾ ആക്രമിച്ചത്, അല്ലാതെ ജനവാസ കേന്ദ്രങ്ങളെയോ പട്ടാള കേന്ദ്രങ്ങളെയോ ആക്രമിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പുലർച്ചെ 1 മണി കഴിഞ്ഞ് ഏതാണ്ട് 44 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആക്രമണം നടന്നത്. എന്ന് പറഞ്ഞാൽ 1:45 മണിയോടടുപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ കനത്ത ആക്രമണം പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നു. മസൂദ് അസറിൻ്റെ അതുപോലെ തന്നെ ഈ ഹാഫിസ് സെയ്ദിൻ്റെ എല്ലാം തന്നെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുകയാണ്. ചൈനയുടെ അതുപോലെ JF-17 എന്ന് പറയുന്ന ഒരു വിമാനം അവർക്ക് നൽകിയിരുന്നു നേരത്തെ. ഈ വിമാനം ഉപയോഗിച്ച് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ആകാശ് മിസൈൽ ഉപയോഗിച്ച് ആ വിമാനത്തെ നമ്മൾ തകർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈന നൽകിയത് അത്ര മെച്ചപ്പെട്ട യുദ്ധവിമാനമൊന്നും ആയിരുന്നില്ല. അത് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനും നമ്മൾക്ക് ഈ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ റഫാൽ യുദ്ധവിമാനത്തിൽ നിന്നാണ് ഈ ആക്രമണം എല്ലാം നടത്തിയത്. ദീർഘദൂര ക്രൂസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഈ ക്രൂസ് മിസൈലിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ DRDOയും നമ്മുടെ പ്രതിരോധ സേനയും ഒക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് സക്സസ് ആയി എന്നാണ് ഈ ആക്രമണത്തിലൂടെ ഏതാണ്ട് വെളിപ്പെടുന്നത്. എന്തായാലും പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെടുന്ന POKയിൽ നീതി നടപ്പാക്കിയെന്നാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ ഒരു കുറിപ്പിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കര, വ്യോമ, നാവിക സേനയുടെ സംയുക്ത ആക്രമണം. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു, നമ്മൾ ഏതാണ്ട് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലായി 300ഓളം സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ല് നടത്തും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വ്യോമ ആക്രമണം ഉണ്ടായാൽ അതിൽ നിന്ന് പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എങ്ങനെ രക്ഷപ്പെടും? അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വ്യോമാക്രമണം നടക്കുന്നു അറിയിച്ചുകൊണ്ടുള്ള ഒരു സൈറൺ മുഴങ്ങുന്നു, നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 300ഓളം കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തും. അപ്പോൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ പെട്ടെന്നൊരാക്രമണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതിയില്ല. നേരത്തെ നമുക്കറിയാം, പുൽവാമയുമായി ഉണ്ടായ സംഭവത്തിൽ 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ തിരിച്ചടി ഉണ്ടായത്. ഇവിടെ പഹൽഗാമിൽ 15 ദിവസങ്ങൾക്ക് ശേഷം. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള മോക്ക് ഡ്രില്ല് അല്ലെങ്കിൽ വ്യോമ പരീക്ഷണം അതുപോലെ തന്നെ നാവിക മേഖലയിൽ പരീക്ഷണമൊക്കെ നടത്തി നിൽക്കുകയാണെന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ രാത്രി ഡൽഹി മുഴുവൻ ഉണർന്നിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി എന്ന് പറഞ്ഞിട്ടാണ് പഹൽഗാമിൽ ചില ഭീകരർ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊല്ലാതെ അവരുടെ ഭർത്താവിനെ മാത്രം കൊലപ്പെടുത്തിയത്. ആ നരേന്ദ്രമോദി ഉറക്കമുണർന്നിരുന്ന് ഈ ദൗത്യം മുഴുവൻ നിരീക്ഷിച്ചു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. അപ്പം അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള സംഘം കൃത്യമായി പദ്ധതിയിടുകയും ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും മിസൈൽ ഉപയോഗിച്ച് തകർക്കുകയുമാണ് ചെയ്തത്. പുലർച്ചെ 1:45 മണിയോടുകൂടി ഇന്ത്യൻ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല. ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് കത്തിയെരിയുകയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് സമാനമായ സംഭവമാണ് ഉണ്ടായത്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറം വരെ നമ്മൾ ആക്രമണം നടത്തി. ഇപ്പോൾ ഈ റഫേൽ യുദ്ധവിമാനത്തിൽ നിന്ന് സ്കാൽപ്പ് മിസൈലുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു യുദ്ധവിമാനത്തിൽ 2 മിസൈലുകൾ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ളവയാണിത്. ഇതിൻ്റെ പ്രതിരോധശേഷി, പ്രഹരശേഷിയൊക്കെ തന്നെ നമ്മൾ DRDOയുടെ നേതൃത്വത്തിൽ വർദ്ധിപ്പിച്ചു, വികസിപ്പിച്ചു. ഇതൊക്കെ തന്നെ ഈ ആക്രമണത്തിന് ഗുണം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു വിമാനത്തിൽ 2 ഈ പറയുന്ന സ്കാർപ്പ് മിസൈലുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് എത്ര മിസൈലുകൾ കൃത്യമായി വീണു എന്നത് വ്യക്തമല്ല. എന്തായാലും പാകിസ്ഥാൻ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരെ ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പല മേഖലകൾക്ക് നേരെയും ആക്രമണം നടത്തി പാകിസ്ഥാൻ തിരിച്ചടി തുടങ്ങി. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ 3 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വിവരവും പുറത്തു വരുന്നുണ്ട്.
എന്തായാലും 10 മണിയോടുകൂടി ഇന്ത്യ ഔദ്യോഗികമായ വാർത്താ സമ്മേളനം നടത്തുകയും ഇതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. ഈ ബഹൽപൂർ, മുസാഫറാബാദ്, കോട്ലി, മുരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭീകര സംഘടന എന്നറിയപ്പെടുന്ന ലഷ്കർ ഇ തൊയ്ബ അവരുടെ ആസ്ഥാനമാണ് ഈ പറയുന്ന മുരിഡ്കെ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുണ്ട്, അവിടുത്തെ ബഹൽപൂർ എന്ന് പറയുന്നത് മസൂദ് അസർ നയിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളമാണ്. അപ്പോൾ ആ മേഖലയിലും വലിയ ആക്രമണമുണ്ട്. അപ്പം 12 പേര് കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ ആദ്യം ഔദ്യോഗികമായി സമ്മതിച്ചത്. അപ്പോൾ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് ഈ സേനയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ മറ്റു മേഖലകളൊന്നും ആക്രമിച്ചിട്ടില്ല, ഇന്ത്യ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നുള്ള കാര്യം ഏതാണ്ട് പാകിസ്ഥാനും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പാക് ആർമി വക്താവായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നാണ് മിസൈലുകൾ അയച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇനി കൃത്യമായ സമയത്ത് മറുപടി നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 48 മണിക്കൂർ പാകിസ്ഥാൻ്റെ എല്ലാ വ്യോമപാതകളും ഇപ്പം അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ഓപ്പറേഷൻ എന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ അർദ്ധരാത്രിയിൽ വിമാനങ്ങൾ കൂട്ടത്തോടുകൂടി വഴിതിരിച്ചു വിട്ടിരുന്നു. അപ്പോൾ തന്നെ ചില സംശയങ്ങൾ ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇന്ത്യ പദ്ധതിയിടുകയാണ്. കൃത്യമായിരുന്നു. ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ അടുത്തുള്ള ഇന്ത്യൻ വ്യോമ മേഖലയും ഏതാണ്ട് ഒഴിഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് കറാച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിൻ്റെ വിമാനം ഉൾപ്പെടെ വഴിതിരിച്ചു വിടുകയൊക്കെ ചെയ്തു. എന്തായാലും പുലർച്ചെ 1:44 ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വലിയ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അതിനെ പ്രതിരോധിക്കാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ല. മാത്രമല്ല, ഈ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഇന്ത്യയോട് പോയി പറയൂ എന്ന് പറഞ്ഞ് നമുക്ക് നേരെ വെല്ലുവിളി ഉയർത്തി. അവർക്കുള്ള ശക്തമായ മറുപടി എന്ന് പറയാം. അപ്പോൾ പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങളെയോ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെയോ ഒന്നും നമ്മൾ ആക്രമിച്ചില്ല. അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇന്ത്യൻ ആക്രമണം ഉണ്ടാകുമെന്ന് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നേരത്തെ തന്നെ ഈ പാക് ഭരണകൂടത്തിന് അറിയിപ്പ് നൽകിയിരുന്നു. ആ മേഖലയിലേക്കാണ് ഇന്ത്യ കൃത്യമായിട്ട് ഇപ്പം ആക്രമണം നടത്തിയത്. നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ ആക്രമണം ആയതുകൊണ്ട് തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ കോട്ലി, മുസാഫറാബാദ്, അഹമ്മദ് ഈസ്റ്റ് ഏരിയ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. പഞ്ചാബിലെ 2 ഇടത്തും ആക്രമണം നടത്തിയായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും പാക് പഞ്ചാബിലും അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലും നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് പുലർച്ചെ ഗ്രാമവാസികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയ ഈ തിരിച്ചടി എന്തായാലും പാകിസ്ഥാൻ ഒരു വലിയ പാഠമായി മാറും. ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ നമ്മൾ ഇക്കാര്യം ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ നമ്മൾ ആശയവിനിമയം നടത്തി. നമ്മുടെ 26 പേർ കൊല്ലപ്പെട്ടതിന് കൃത്യമായ ഒരു തിരിച്ചടി നൽകും. നമ്മൾ ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കുമെന്നായിരുന്നില്ല പറഞ്ഞത്. ഭീകര കേന്ദ്രങ്ങളെ, ഭീകരരെ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞത്. അപ്പം ആഗോളതലത്തിൽ തന്നെ ഈ ഭീകരവാദത്തെ ചെറുക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് അവർ വലുതായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ ISIയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ആർമിയുടെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന ഇസ്ലാമാബാദിലേക്ക് ആക്രമണം നടത്തുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് റഷ്യയിലൊക്കെ സമ്മർദ്ദം ചെലുത്തി, അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെ ഒന്ന് പിന്നോക്കം കൊണ്ടുവരാനായിട്ട് പാകിസ്ഥാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. നമ്മൾ അതിനൊന്നും വഴങ്ങിയില്ല. മാത്രമല്ല, നമ്മൾ പറഞ്ഞത് നമ്മൾ ശരിക്കും തിരിച്ചടിക്കുന്നത് ഭീകരരെയാണ്. ഇതാണ് സംഭവിച്ചത്. 9 ഭീകര കേന്ദ്രങ്ങളെ ചുട്ട് ചാമ്പലാക്കി. അപ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കണക്കിന് കടന്നു. ഇതാണ് അനൗദ്യോഗികമായി പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇനി ഇത് പാകിസ്ഥാൻ സമ്മതിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പുൽവാമയിലൊക്കെ നടന്നതുപോലെയുള്ള സംഭവത്തിൽ നമ്മൾ ബലേക്കോട്ടിലൊക്കെ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാൻ അതിനെ നിഷേധിച്ചിരുന്നു. ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. പുലർച്ചെ 1:45 ഇന്ത്യ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതായിട്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായി സമ്മതിച്ചു. ഞങ്ങളുടെ കുറേ സ്ഥലങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനയുടെ സംയുക്ത ഓപ്പറേഷൻ വൻ വിജയമായിട്ടുണ്ട്. അതിർത്തി കടന്നുപോയ വിമാനങ്ങളൊക്കെ തിരിച്ചെത്തിയതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇനി എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതെന്നുള്ള ആശങ്കയിലാണ് പാകിസ്ഥാൻ. കാരണം ഇനി പാക് അധിനിവേശ കാശ്മീരിലേക്ക് കൂടുതൽ ആക്രമണം നടത്തുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ അവരുടെ ഏറ്റവും വലിയ ഭീകരവാദികളെന്ന് നമ്മൾ കരുതുന്ന ഹാഫിസ് സെയ്ദ്, അതുപോലെ തന്നെ മസൂദ് അസർ എന്നിവരുടെ ഈ പരിശീലന കേന്ദ്രങ്ങൾ, ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഭീകര കേന്ദ്രങ്ങൾ, ഇവയെല്ലാം തന്നെ നാമാവശേഷമാക്കി നിന്നു കത്തുന്നു എന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന
ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണമൊക്കെ ആലോചിക്കുമ്പോഴേ പാകിസ്ഥാൻ ഒന്ന് വിറയ്ക്കും. ഈ രീതിയിലുള്ള തിരിച്ചടി നൽകുന്നു. അപ്പോൾ കഴിഞ്ഞ രാത്രി മുഴുവൻ ഡൽഹി ഉണർന്നിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ഒപ്പം സുരക്ഷാ ഉപദേഷ്ടാവ്, ഇവരുടെ കൃത്യമായ പ്ലാൻ നടന്നിരിക്കുന്നു. കൃത്യം 15ാമത്തെ ദിവസം ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.